Hi friends, welcome to our channel. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ റെയിൽവേ ടെക്നീഷ്യൻ പോസ്റ്റിന് അപേക്ഷിക്കുന്നതിന് വേണ്ട എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ്, ഏജ് ലിമിറ്റ്, ഏജ് റിലാക്സേഷൻ ഒക്കെ നോക്കി. ഇനി നമുക്ക് അപേക്ഷാ ഫീസ് എങ്ങനെയാണെന്ന് നോക്കാം. ജനറൽ കാൻഡിഡേറ്റ്സിന് വരുന്നത് 500 രൂപയാണ്. ഇതിൽ എക്സാം എഴുതുന്നവർക്ക് ബാങ്ക് ചാർജ് കുറച്ചിട്ട് 400 രൂപ തിരികെ കിട്ടും. മറ്റ് വിഭാഗക്കാർക്ക്, അതായത് SC, ST, എക്സ് സർവീസ്മാൻ, ഡിസബിലിറ്റി കാൻഡിഡേറ്റ്സ്, ഫീമെയിൽ കാൻഡിഡേറ്റ്സ്, ട്രാൻസ്ജെൻഡേഴ്സ്, മൈനോറിറ്റി കാൻഡിഡേറ്റ്സ്, EBC കാൻഡിഡേറ്റ്സ്, ഇവർക്കൊക്കെ 250 രൂപയാണ് ഫീസ് വരുന്നത്. എക്സാം എഴുതുന്നവർക്ക് ഈ 250 രൂപയും പൂർണ്ണമായിട്ടും തിരികെ ലഭിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അപേക്ഷിക്കുമ്പോൾ ഓരോ പോസ്റ്റിനും പ്രത്യേക ഫീസ് അടയ്ക്കണം. പരീക്ഷ എഴുതിയാൽ മാത്രമേ നമ്മൾ ഈ അടയ്ക്കുന്ന ഫീസ് തിരികെ ലഭിക്കുകയുള്ളൂ. ഫീസ് ഓൺലൈനായിട്ട് മാത്രമാണ് അടയ്ക്കാനുള്ളത്. അതേപോലെ വാർഷിക കുടുംബ വരുമാനം 50,000-ൽ താഴെയുള്ള EBC വിഭാഗക്കാര് EBC സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. എന്നാലേ അവർക്ക് ഫീസ് ഇളവിന് അർഹത ലഭിക്കുകയുള്ളൂ. ഇവർക്ക് ഫീസ് ഇളവിന് മാത്രമേ അർഹതയുള്ളൂ. ജോലി സംവരണത്തിന് EBC-ക്കാർക്ക് അർഹതയില്ല. അതേപോലെ തന്നെ മൈനോറിറ്റി കാൻഡിഡേറ്റ്സിനും നിങ്ങളുടെ അഫിഡവിറ്റ് ആവശ്യമാണ്. അതേപോലെ EWS കാൻഡിഡേറ്റ്സ്, അതായത് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ വാർഷിക കുടുംബ വരുമാനം 8 ലക്ഷത്തിൽ താഴെയായിരിക്കണം. ഇവർക്ക് ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അതേപോലെ SC, ST, OBC, നോൺ ക്രിമിനൽ വിഭാഗക്കാർക്കും സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അതേപോലെ തന്നെ ഫീസ് തിരികെ ലഭിക്കാനായിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ, നമ്മൾ അപേക്ഷാ ഫോം ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ വളരെ കൃത്യമായിട്ട് നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ 40% വൈകല്യമുള്ള ഡിസബിലിറ്റി കാൻഡിഡേറ്റ്സിനാണ് സംവരണത്തിനും ഇളവുകൾക്കും യോഗ്യതയുള്ളത്. നിങ്ങൾക്കും അതിന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. നിലവിൽ സർക്കാർ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ നിലവിലെ സ്ഥാപനത്തിൽ നിന്നുള്ള നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്ത് ഹാജരാക്കേണ്ടതാണ്. നെക്സ്റ്റ് നമുക്ക് റിക്രൂട്ട്മെന്റ് പ്രോസസ് എങ്ങനെയാണെന്ന് നോക്കാം. റിക്രൂട്ട്മെന്റ് പ്രധാനമായിട്ട് 3 ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് CBT, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെക്സ്റ്റ് ആണ്. നെക്സ്റ്റ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, മൂന്നാമതായിട്ട് വരുന്നതാണ് മെഡിക്കൽ എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു RRBയിലേക്ക്, ഒരു പേ ലെവലിലേക്ക് മാത്രമേ നമുക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കൂ. ഒന്നിൽ കൂടുതൽ RRBകളിലേക്ക് അപേക്ഷിച്ചാൽ എല്ലാ അപേക്ഷകളും ക്യാൻസൽ ആവും. പരീക്ഷാ തീയതിയോ സ്ഥലമോ മാറ്റിവെക്കാനും നമുക്ക് സാധിക്കുകയില്ല. അപ്പോൾ 2 പ്രധാന പോസ്റ്റുകളാണ് ഈ വിജ്ഞാപനത്തിലുള്ളത്. ഒന്നെന്ന് പറയുന്നത് ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നലും, അത് പേ ലെവൽ 5 ആണ്. നെക്സ്റ്റ് വരുന്നത് ടെക്നീഷ്യൻ ഗ്രേഡ് 3 പേ ലെവൽ 2. ഇങ്ങനെ 2 പ്രധാന പോസ്റ്റുകളാണ് ഈ വിജ്ഞാപനത്തിൽ ഉള്ളത്. അപ്പോൾ 2 പരീക്ഷകൾക്കും പൊതുവായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്, മൊത്തം സമയം എന്ന് പറയുന്നത് 90 മിനിറ്റ് ആണ്. ചോദ്യങ്ങൾ 100 ആയിരിക്കും. ഇപ്പൊ നെഗറ്റീവ് മാർക്ക്, ഓരോ തെറ്റുത്തരത്തിന് 1/3 മാർക്ക് കുറയും. മിനിമം മാർക്ക് വേണ്ടത് ജനറൽ EWS വിഭാഗത്തിന് 40%, OBC നോൺ ക്രിമിനൽ വിഭാഗത്തിന് 30%, SC വിഭാഗത്തിന് 30%, ST 25%, ഡിസബിലിറ്റി കാൻഡിഡേറ്റ്സിന് 2% ഇളവ് ലഭിക്കും. ഇനി നമുക്ക് ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ, അതായത് പേ ലെവൽ 5 സിലബസ് എങ്ങനെയാണെന്ന് നോക്കാം. ജനറൽ അവയർനെസ്, അതേപോലെ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻസ്, മാത്തമാറ്റിക്സ്, അതേപോലെ ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇങ്ങനെയാണ് സിലബസ് വരുന്നത്. ചോദ്യങ്ങളുടെ ഏകദേശം എണ്ണം എന്ന് പറയുന്നത് ജനറൽ അവയർനെസ് 10, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് 15, അതേപോലെ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻസ് അതിന് വരുന്നത് 20, മാത്തമാറ്റിക്സ് 20, അതേപോലെ തന്നെ ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് 35. ആകെ 100 ചോദ്യങ്ങൾ 100 മാർക്ക് എന്ന രീതിയിലായിരിക്കും. നെക്സ്റ്റ് ടെക്നീഷ്യൻ ഗ്രേഡ് 3 പേ ലെവൽ 2, അതിന്റെ സിലബസ് എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് വരുന്നുണ്ട്, അതേപോലെ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് വരുന്നുണ്ട്, ജനറൽ സയൻസ് വരുന്നുണ്ട്, ജനറൽ അവയർനെസ്സും വരുന്നുണ്ട്. ചോദ്യങ്ങളുടെ ഏകദേശം എണ്ണം എന്ന് പറയുമ്പോൾ മാത്തമാറ്റിക്സ് 25, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് 25, ജനറൽ സയൻസ് 40, ജനറൽ അവയർനെസ് 10. അങ്ങനെ ആകെ 100 ചോദ്യങ്ങൾ 100 മാർക്ക് എന്ന രീതിയിലായിരിക്കും. സിലബസിന്റെ ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുക. ആവശ്യമുള്ളവർക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി എങ്ങനെയാണ് ഡോക്യുമെന്റ് വെരിഫിക്കേഷന് തിരഞ്ഞെടുക്കുന്നത് നോക്കാം. അതായത് നിങ്ങളുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനിലെ മാർക്കിന്റെയും മെറിറ്റിന്റെയും അടിസ്ഥാനത്തിലാണ് ഡോക്യുമെന്റ് വെരിഫിക്കേഷനിലേക്ക് നിങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ഒഴിവുകളുടെ എണ്ണത്തിന് തുല്യമായ അപേക്ഷകരെയാണ് ഡോക്യുമെന്റ് വെരിഫിക്കേഷനിലേക്കായിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരേ മാർക്ക് ഒന്നിൽ കൂടുതൽ പേർക്ക് ലഭിക്കുകയാണെങ്കിൽ പ്രായം കൂടുതലുള്ളയാൾക്ക് മുൻഗണന ലഭിക്കും. അപ്പോൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷന് ശേഷമാണ് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് റെയിൽവേയുടെ മെഡിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ഉണ്ടാകുന്നത്. ഇതും പാസ്സാകണം. ഇനി എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളതിനെ പറ്റി നമുക്ക് നോക്കാം.
ആദ്യം RRBയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഇതിനായിട്ട് കൃത്യമായിട്ടുള്ള മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും നിർബന്ധമാണ്. അപ്പോൾ ആ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നൽകുന്ന വിവരങ്ങൾ പിന്നീട് മാറ്റാനായിട്ട് സാധിക്കില്ല. അതേപോലെ തന്നെ ആധാർ ഉപയോഗിച്ച് ഐഡന്റിറ്റി വെരിഫൈ ചെയ്യുന്നത് നല്ലതാണ്. ഇത് നിങ്ങളുടെ വെരിഫിക്കേഷൻ നടപടികൾ എളുപ്പമാകും. ഓൺലൈൻ അപേക്ഷ ഫില്ല് ചെയ്യുമ്പോൾ കൃത്യമായ വിവരങ്ങൾ നൽകിയിട്ട് അപേക്ഷാ ഫോം ഫില്ല് ചെയ്യുക. ഓരോ പേ ലെവലിനും പ്രത്യേകം അപേക്ഷിക്കണം. കൂടാതെ ഫീസും പ്രത്യേകം അടയ്ക്കേണ്ടി വരും. ഒരു പേ ലെവലിലേക്ക് ഒരു RRB മാത്രമേ തിരഞ്ഞെടുക്കാവൂ. ഒന്നിൽ കൂടുതൽ RRBകളിലേക്ക് അപേക്ഷിച്ചാൽ നിങ്ങളുടെ എല്ലാ അപേക്ഷകളും ക്യാൻസൽ ആവും. അതേപോലെ തന്നെ പരീക്ഷാ ചോദ്യങ്ങൾ ഇംഗ്ലീഷിലും ഹിന്ദിയിലും 13 പ്രാദേശിക ഭാഷകളിലും, അതായത് മലയാളം ഉൾപ്പെടെ ലഭ്യമാകും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. അപേക്ഷ സമർപ്പിച്ച ശേഷം ഓൺലൈനായിട്ട് ഫീസ് അടയ്ക്കുക. ഫീസ് അടച്ചാൽ മാത്രമേ അപേക്ഷ കംപ്ലീറ്റ് ആവുകയുള്ളൂ. അപേക്ഷ സമർപ്പിച്ച് ഫീസ് അടച്ചതിന് ശേഷം നിങ്ങൾക്ക് മാറ്റം വരുത്താനായിട്ട് സാധിക്കും. ഇതിന് 250 രൂപയാണ് ഫീസ് നൽകേണ്ടത്. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തപ്പോൾ നൽകിയ വിവരങ്ങളൊന്നും മാറ്റാൻ സാധിക്കില്ല. അതായത് നിങ്ങളുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID, നിങ്ങൾ സെലക്ട് ചെയ്ത RRB ഇതൊന്നും മാറ്റാനായിട്ട് സാധിക്കില്ല. തിരുത്തലുകൾ വരുത്താനുള്ള വിൻഡോ 2025 ഓഗസ്റ്റ് 1 മുതൽ ഓഗസ്റ്റ് 10 വരെ ലഭ്യമായിരിക്കും. ഇപ്പോൾ റിക്രൂട്ട്മെന്റ് സംബന്ധിച്ച എല്ലാ വിവരങ്ങളും RRB വെബ്സൈറ്റുകളിലും SMS വഴിയും അല്ലെങ്കിൽ ഇമെയിലിലൂടെയൊക്കെ ലഭിക്കും. നിങ്ങളുടെ മൊബൈൽ നമ്പരും ഇമെയിൽ IDയും ആക്റ്റീവായിട്ട് നിലനിർത്തുക. പരീക്ഷയ്ക്ക് വരുമ്പോൾ കോൾ ലെറ്ററും അതേപോലെ ഫോട്ടോ ID-യും ഒറിജിനൽ, അതേപോലെ തന്നെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും നിർബന്ധമായിട്ട് കയ്യിൽ കരുതുക. ഇത്രയും കാര്യങ്ങളാണ് RRB ടെക്നീഷ്യൻ പോസ്റ്റിനായിട്ട് അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.